ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഷവോമിയുടെ 3 പുതിയ 5G ഡിവൈസസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Mi 10T, അതുപോലെ തന്നെ Mi 10T Pro, Mi 10T Lite, ഇങ്ങനെ 3 ഡിവൈസസാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ 3 ഡിവൈസസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ Mi 10Tയും Mi 10T Pro ഈ 2 ഡിവൈസും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോൺസും, Mi 10T Lite എന്ന് പറയുന്നത് നമുക്ക് OnePlus നോഡുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന 25,000 രൂപയിൽ താഴെ ലഭിക്കുന്ന ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസുമാണ്. സോ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ. വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ പോകും. ഫസ്റ്റിൽ തന്നെ Mi 10Tയും Mi 10T Proയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ റാം ആൻഡ് റോം വേരിയൻസിലും പ്രൈസിലുമാണ്. ഫസ്റ്റിൽ തന്നെ എൻ്റെ ക്യാമറ നോക്കുന്ന സമയത്ത് Mi 10T Proയിൽ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ സാംസങ് HMX സെൻസർ വെച്ചിട്ടുള്ള ഒരു പ്രൈമറി സെൻസറാണ് വരുന്നത്. Mi 10Tയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 സെൻസർ വെച്ചിട്ടുള്ള ഒരു പ്രൈമറി സെൻസറാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസും അപ് ടു 123 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയുമാണ് വരുന്നത്. ഇങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് രണ്ട് സ്മാർട്ട് ഫോൺസും വരുന്നത്. പ്ലസ് ക്യാമറ മൊഡ്യൂളിൽ തന്നെ നമുക്കൊരു LED ഫ്ലാഷും കാണാനായിട്ട് സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു 5 ക്യാമറ സെൻസറുള്ള രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ട് സ്മാർട്ട് ഫോൺസിലും നമുക്ക് 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 24 ഫ്രെയിം പെർ സെക്കൻഡിലും 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് 8K വീഡിയോ റെക്കോർഡിംഗ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 4K വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലാണ്. സാംസങ്ങിൻ്റെ S5K3T2 എന്ന് പറയുന്ന ഒരു സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 180pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 144Hzൻ്റെ 6.67 ഇഞ്ചിൻ്റെ ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. റീഡിംഗ് മോഡ് 3.0 എന്ന് പറയുന്ന ഒരു റീഡിംഗ് മോഡും ഇതിൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി ആംബിയൻ ലൈറ്റ് സെൻസർ നമുക്ക് രണ്ട് സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സെൻസറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഈ ഒരു ഫീച്ചറിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് TUV റിലയൻസിൻ്റെ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും കിട്ടുന്നുണ്ട്. HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലെ റിഫ്രഷ് റേറ്റ് വരുന്നത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമൽ സ്മാർട്ട് ഫോൺസിൽ കാണാറുള്ളത് പോലെയല്ല, ഇതിൽ കുറച്ചധികം റിഫ്രഷ് റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 144Hz, 120Hz, 90Hz, 60Hz, അതുപോലെ 50Hz, 48Hz തുടങ്ങിയ ഡിഫറൻസ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റിലോട്ട് ഡിവൈസ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ Qualcommൻ്റെ Snapdragon 865 ആണ് വരുന്നത്. ഇതൊരു 5G എനേബിൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ്. 7nm ഒക്ടാ-കോർ പ്രൊസസ്സറാണ്. Adreno 650 ആണ് ഇതിൻ്റെ GPU എന്ന് പറയുന്നത്. അപ് ടു 2.84 GHz ആണ് ഇതിൻ്റെ CPU ക്ലോക്ക് സ്പീഡ് വരുന്നത്. നെക്സ്റ്റ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5000 mAhൻ്റെ ഹൈ കപ്പാസിറ്റി ബാറ്ററി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നോർമലി നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇത്രയും ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററി കാണാറില്ല. സോ ഷവോമി ഇവിടെ ബാറ്ററിയുടെ കാര്യത്തിൽ നല്ലൊരു അപ്ഗ്രേഡ് നടത്തിയിട്ടുണ്ട്. 3 കളർ ഓപ്ഷൻസിലാണ് Mi 10T Pro വരുന്നത്. കോസ്മിക് ബ്ലാക്ക്, ലൂണാർ സിൽവർ, അതുപോലെ തന്നെ ഓറ ബ്ലൂ, ഇങ്ങനെ 3 കളർ ഓപ്ഷൻസിൽ Mi 10T Pro നമുക്ക് കിട്ടുന്നുണ്ട്. Mi 10T നോക്കിക്കഴിഞ്ഞാൽ കോസ്മിക് ബ്ലാക്ക്, അതുപോലെ ലൂണാർ സിൽവർ, ഇങ്ങനെ 2 കളർ ഓപ്ഷൻസിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. രണ്ട് സ്മാർട്ട് ഫോൺസും ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ്. അലൂമിനിയം ഫ്രെയിമോട് കൂടിയാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. ട്രിപ്പിൾ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. സോ ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ റിയർ സൈഡിലും ക്യാമറ മൊഡ്യൂളിലും നമുക്ക് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം. നെക്സ്റ്റ് ഒരു ഡിവൈസ് എന്ന് പറയുന്നത് Mi 10T Lite 5G ആണ്. സോ ഈ ഡിവൈസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്യാമറ വരുന്നത് 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 സെൻസർ വെച്ചിട്ടുള്ള ക്യാമറയാണ്. നെക്സ്റ്റ് ഒരു ക്യാമറ 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2MP മാക്രോ സെൻസറും 2MP ഡെപ്ത് സെൻസറും, ഇങ്ങനെ നമ്മൾ നോർമലി ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൽ കാണാറുള്ളത് പോലെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. റിയർ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലോ മോഷൻ വീഡിയോസ് 720pയിലും 180pയിലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ ഇൻ ഡിസ്പ്ലേ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. നൈറ്റ് മോഡ്, AI ബ്യൂട്ടി മോഡ്, പാം ഷട്ടർ, AI പോർട്രേറ്റ് മോഡ് തുടങ്ങിയ ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സും
ഫ്രണ്ട് ക്യാമറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൈം ലാപ്സ്, ഷോർട്ട് വീഡിയോ മോഡ് തുടങ്ങിയ ക്യാമറ വീഡിയോ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 120Hz റിഫ്രഷ് റേറ്റുള്ള 6.67 ഇഞ്ചിൻ്റെ 2.5D ഡോട്ട് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 450 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് റീഡിംഗ് മോഡ് 3.0 എന്ന് പറയുന്ന ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ ട്രിപ്പിൾ കോർണർ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, പക്ഷേ ഇതിൽ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. സോ Mi 10Tയിലും Mi 10T Proയിലും അവിടെ നമുക്ക് അലൂമിനിയം ഫ്രെയിമായിരുന്നു കിട്ടിയിരുന്നത്. നെക്സ്റ്റ് പ്രോസസ്സർ നോക്കുന്ന സമയത്ത് Qualcommൻ്റെ സ്നാപ്ഡ്രാഗൺ 750G ആണ്. സോ ഇതൊരു പുതിയ പ്രോസസ്സറാണ്. ഒരു 8nm ഒക്ടാ കോർ പ്രോസസ്സറാണ്. 2.2 GHz ആണ് ഇതിൻ്റെ CPU ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. Adreno 690 ആണ് GPU വരുന്നത്. നെക്സ്റ്റ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4820 mAhൻ്റെ ബാറ്ററിയാണ് കിട്ടുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് അത് നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ 3 ഡിവൈസസിൽ നമുക്ക് Type-C ചാർജിങ് പോർട്ടാണ് കിട്ടുന്നത്. റോസ് ഗോൾഡ് ബീച്ച്, അതുപോലെ തന്നെ പേൾ ഗ്രേ, അറ്റ്ലാന്റിക് ബ്ലൂ, ഇങ്ങനെ 3 കളർ ഓപ്ഷൻസിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. LPDDR4Xൻ്റെ റാം ഓപ്ഷനും UFS 2.1 സ്റ്റോറേജ് ഓപ്ഷനുമാണ് കിട്ടുന്നത്. സോ Mi 10Tയിലും Mi 10T Proയിലും നമുക്ക് LPDDR5ൻ്റെ റാമും UFS 3.1 ഫ്ലാഷ് സ്റ്റോറേജ് ഓപ്ഷനുമായിരുന്നു കിട്ടിയിരുന്നത്. സോ നെക്സ്റ്റ് ഇതിൻ്റെ റാം ആൻഡ് റോം വേരിയൻറ്റ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ Mi 10T Proയുടെ 8GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 51,500 റുപ്പീസാണ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് Mi 10T Proയുടെ പ്രൈസ് വരുന്നത് 8GB 256GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 56,000 ആണ്. നെക്സ്റ്റ് Mi 10Tയുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 42,000ഉം GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 47,000ഉമാണ്. സോ ഈ 2 ഡിവൈസും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസാണ്. നെക്സ്റ്റ് Mi 10T Lite നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6GB 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 24,000 ആണ്. നെക്സ്റ്റ് 6GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 28,000 ആണ്. സോ ഈ ഒരു ഡിവൈസിൽ നമുക്ക് 8GB ഓപ്ഷൻ കിട്ടുന്നില്ല. സോ 3 ഡിവൈസസിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കിട്ടുന്നുണ്ട്. 218 ഗ്രാമാണ് Mi 10T Proയുടെ വെയിറ്റ് വരുന്നത്. 216 ഗ്രാമാണ് Mi 10Tയുടെ വെയിറ്റ് വരുന്നത്. നെക്സ്റ്റ് Mi 10T Lite നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 214.5 ഗ്രാമാണ്. സോ ഇത്രയൊക്കെയാണ് ഈ 3 ഡിവൈസിൻ്റെ സ്പെക് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കിടിലം വീഡിയോ മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ ഗൈസ്.